സോളാർ കേസ് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷനിൽ സരിത എസ് നായർ കൂടുതൽ വിവരങ്ങൾ കൈമാറി. മുദ്രവെച്ച കവറിലാണ് വിവരങ്ങൾ കൈമാറിയത്. പോലീസ് സ്റ്റേഷനുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാമെന്ന് ഉറപ്പ് നൽകി പോലീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി 20 ലക്ഷം രൂപ വാങ്ങിയെന്ന് സരിത പറഞ്ഞു. സരിത നൽകിയ മൊഴി സാധൂകരിക്കുന്നതിനുള്ള തെളിവുകൾ ഹാജരാക്കാൻ 2 ദിവസം കൂടിയേ നൽകാനാവൂവെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. തുടർന്നാണ് മുദ്രവെച്ച കവറിൽ രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങൾക്ക് സരിത മറുപടി നൽകിയത്. പത്തനംതിട്ട ജില്ലാ ജയിലിൽ വെച്ച് പിടിച്ചെടുത്ത വിവാദകത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇതിലുമുണ്ട്. അവശേഷിക്കുന്ന തെളിവുകൾ നാളെ ഉച്ചയ്ക്ക് മുമ്പ് ഹാജരാക്കുമെന്നും സരിത പറഞ്ഞു. എന്റെ കൈവശം സൂക്ഷിച്ചു വെച്ചിരിക്കുകയല്ല, കാര്യം അത് എനിക്ക് സെക്യൂരിറ്റി വേണം. അപ്പോൾ ഞാൻ അതിൻ്റെതായ രീതിയിൽ അത് സബ്മിറ്റ് ചെയ്യും. പിന്നെ നാളെ കൊണ്ട് സബ്മിറ്റ് ചെയ്യാനാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി പോലീസ് അസോസിയേഷന് 20 ലക്ഷം രൂപ സംഭാവന നൽകിയതായി സരിത മൊഴി നൽകി. ഇക്കാര്യത്തിൽ പ്രമേയം പാസാക്കി ഉത്തരവിറക്കാം എന്ന് അസോസിയേഷൻ ഭാരവാഹികൾ ഉറപ്പ് നൽകി. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അജിത്തിന് സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ വെച്ച് പണം കൈമാറി. തുടർന്ന് 2013 മെയ് 13 അസോസിയേഷൻ പ്രമേയം പാസാക്കുകയും ADGP ശങ്കർ റെഡ്ഡി ഉത്തരവിറക്കുകയും ചെയ്തു. കൊടുത്ത പണത്തിന് പകരമായി അസോസിയേഷന്റെ സുവനീറിൽ ടീം സോളാറിന്റെ പരസ്യം പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. താൻ അറസ്റ്റിലായതോടെ 103-ാം പേജിൽ അഭ്യുദയകാംക്ഷിയുടെ ആശംസ എന്ന രീതിയിലാണ് പരസ്യം വന്നത്. സംഭാവനയെക്കുറിച്ച് അറിയില്ലെന്ന് പറയാൻ മുൻ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണനിലൂടെ അസോസിയേഷൻ ഭാരവാഹികൾ ശ്രമിച്ചു. വയനാട് കളക്ടറേറ്റ്, കോഴിക്കോട്ടെ മുക്കം എന്നിവിടങ്ങളിൽ സോളാർ പദ്ധതി നേടിയെടുക്കാൻ MI ഷാനവാസ് MP സഹായിച്ചിരുന്നു. അറസ്റ്റിലാകുന്നതിന് 6 മാസം മുമ്പ് തന്റെ യഥാർത്ഥ പേര് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നുവെന്നും സരിത പറഞ്ഞു. അതിനിടെ കൊല്ലത്ത് നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് വിശദീകരണം നൽകാൻ മന്ത്രി ഷിബു ബേബി ജോണിന്റെ അഭിഭാഷകനോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. കമ്മീഷനിൽ ഹാജരാവാതിരിക്കാൻ മന്ത്രിമാർ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നുവെന്നാണ് മന്ത്രി പ്രസംഗിച്ചത്. വായ്നോക്കുകളുടെ അടുത്ത് 15 മണിക്കൂർ മുഖ്യമന്ത്രി ഇരിക്കേണ്ടതില്ലായിരുന്നുവെന്ന പരാമർശത്തിന് ഷിബു ബേബി ജോണിനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമായിരുന്നു. ഇക്കാര്യത്തിൽ അഭിഭാഷകന്റെ വിശദീകരണത്തിന് ശേഷം നടപടിയുണ്ടാവും. റിപ്പോർട്ടർ, കൊച്ചി.